അടൂർ പ്രകാശ് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അടൂർ പ്രകാശിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ 24-ലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടൂർ പ്രകാശ് ഈ മൊഴിയെടുക്കുന്നതിന് ശേഷം, അതായത് ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് അടൂർ പ്രകാശ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. അവിടെ മൊഴിയെടുപ്പിന് ശേഷം അടൂർ പ്രകാശ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്ന് പുറത്തിറങ്ങുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഇരുത്തി അദ്ദേഹത്തെ ഒന്നിച്ചിരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലാണ് മൊഴിയെടുപ്പാണ് നടന്നുകൊണ്ടിരുന്നത്. ആ മൊഴിയെടുപ്പിന് ശേഷം അടൂർ പ്രകാശ് എം പി, UDF കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് MP ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്ന് പുറത്തു വരുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു മൊഴിയുടെ വിശദാംശങ്ങളാണ്. അടൂർ പ്രകാശിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞത് എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. കാരണം ഈ അന്വേഷണം പൂർത്തിയാക്കി അതായത് വെറും ഒരു മൊഴിയെടുപ്പ് മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഒരു ഘട്ടം മൊഴിയെടുപ്പിന്റെ ഒരു ഘട്ടം മാത്രമാണ് നടന്നിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. മറ്റൊരു ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ഇനി മാത്രമേ ലഭ്യമാവുകയുള്ളൂ. എന്തായാലും ഇന്ന് രാവിലെ 10 മണിയോട് കൂടി ആരംഭിച്ച മൊഴിയെടുപ്പിന് ശേഷം അടൂർ പ്രകാശ് MP ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം ഈ ക്രൈംബ്രാഞ്ച് ആസ്ഥാനം, അതായത് വഴുതക്കാടുള്ള പോലീസ് ആസ്ഥാനത്തിനകത്താണ് ഈ ക്രൈംബ്രാഞ്ചിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ അകത്ത് വെച്ചാണ് ഈ മണിക്കൂറുകൾ നീണ്ട മൊഴിയെടുപ്പ് നടന്നത്. ക്രൈംബ്രാഞ്ച് ഈ SITയുടെ അന്വേഷണ സംഘം SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് അടൂർ പ്രകാശിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞത്. കാരണം ഈ പുറത്തു വന്ന ചിത്രങ്ങളുണ്ട്, അതുമാത്രമല്ല ഈ CDR ഉണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ. അതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മൊഴിയെടുപ്പ് കൂടിയാണ് ഇന്ന് നടന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം സാധാരണഗതിയിലുള്ള ഒരു ചിത്രങ്ങളല്ല, ഈ ഒരു ചിത്രം മാത്രമല്ല, ഈ അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മാനങ്ങൾ കൊടുക്കുന്നതിന്റെ ചിത്രങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ് UDF കൺവീനർ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പുറത്തേക്ക് വന്നു. അദ്ദേഹം വാഹനത്തിൽ കയറി അവിടെ നിന്ന് മടങ്ങാനൊരുങ്ങുകയാണ്. ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട്. ഷഫീദ്, 2.5 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ, അദ്ദേഹം ഇപ്പോൾ വാഹനത്തിൽ കയറി അവിടെ നിന്ന് മടങ്ങുകയാണല്ലോ. പ്രതികരണം ഉണ്ടാകുമോ? എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? ഉറപ്പായിട്ടും, കാരണം അടൂർ പ്രകാശ് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2.5 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ആദ്യ കോൺഗ്രസ് നേതാവാണ് അടൂർ പ്രകാശ്. UDF കൺവീനർ ആറ്റിങ്ങൽ MP ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധമടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ആ ചോദ്യം ചെയ്യലിന് ശേഷം അടൂർ പ്രകാശ് മറ്റൊരു വാഹനത്തിലാണ് അദ്ദേഹം പുറത്തേക്ക് വരുന്നത്. അദ്ദേഹം പുറത്തിറങ്ങി പ്രതികരണം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ നിമിഷത്തിൽ നിർണായകവുമാണ്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയിൽ ചോദ്യം ചെയ്യപ്പെട്ട ആദ്യ കോൺഗ്രസ് നേതാവാണ്. മാത്രമല്ല അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയിട്ടുള്ള ഇടപാടുകൾ, അദ്ദേഹത്തിന്റെ വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തത്. ആ ചോദ്യം ചെയ്യലിന് ശേഷം അടൂർ പ്രകാശ് പുറത്തേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം, നിർണായകമായിട്ടുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ഈ മൊമെന്റിൽ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, നിർണായകമാണ്. അദ്ദേഹം വാഹനത്തിന് പുറത്തേക്ക്. ഏതായാലും ഉന്മേഷ അല്പസമയത്തിനുള്ളിൽ നമുക്ക് അടൂർ പ്രകാശിന്റെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനം എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം SITയോട് പറഞ്ഞത്, ഏതൊക്കെ വിഷയത്തിൽ അദ്ദേഹത്തിന് മറുപടി നൽകിയെന്നൊക്കെയുള്ള കാര്യങ്ങൾ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ നിർണായകമാണ്. ഏതായാലും അദ്ദേഹം പ്രതികരിക്കാൻ ഉറച്ചു നിൽക്കുകയാണ്. അല്പസമയത്തുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാകും. ഏതായാലും നിർണായകമായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അദ്ദേഹം നിൽക്കുന്ന പലതരത്തിലുള്ള ഫോട്ടോകൾ അടക്കം പുറത്തേക്ക് വന്നിരുന്നു. സോണിയാഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ വിവരങ്ങളും ചിത്രങ്ങളും പുറത്തേക്ക് വന്നിരുന്നു. ഈ നിമിഷം അടൂർ പ്രകാശിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നിർണായകമാണ്. മാത്രമല്ല, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യം എന്നുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യത്തിലടക്കം അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് വളരെ വൈറ്റിലാണ്. അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഏതായാലും ഉന്മേഷ 2.5 മണിക്കൂറായിരുന്നു പോലീസ് ആസ്ഥാനത്തെ ചോദ്യം ചെയ്യൽ. ആ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ അടൂർ പ്രകാശ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതും ഏറ്റവും നിർണായകം. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് അല്പസമയം പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.